അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ എന്ന് പറയുമ്പം ഇന്ന് ഞാനൊരു കുഴിമന്തി റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ കുഴിമന്തി എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഉണ്ടാക്കുന്ന കുഴിമന്തി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് മസാല തയ്യാറാക്കുന്ന വിധം എല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ തന്നെ ഒരുപാട് താമസിച്ചായിരുന്നു. അപ്പോൾ ചിക്കനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി ഞാൻ വെള്ളത്തിലിടാനായിട്ട് മന്തി റൈസ് ഞാൻ എടുത്ത് വെള്ളത്തിലോട്ടിടാനായിട്ട് 1/2 കിലോ അരിയാണേ. അപ്പോൾ അരി നമുക്ക് വെള്ളത്തിലോട്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കാം. അതൊരു അരമണിക്കൂർ അവിടെ കിടന്ന് കുതിർന്ന് വരട്ടെ. എന്നിട്ട് ഇനി മസാല ഉണ്ടാക്കണം. മന്തി മസാല ഇല്ലാത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അപ്പം അതിനായിട്ട് പെരിഞ്ചീരകം, പട്ട, കുരുമുളക്, അതുപോലെ തന്നെ പിന്നെ ഗ്രാമ്പു, മറ്റേ വൈനയിലയുടെ ഉണക്ക വൈനയില, ഇതെല്ലാം നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നതിന് ശേഷം നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് ഒരു ചെറിയ ചൂടാക്കി നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ ഏലക്ക ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കയും കൂടെ ഇട്ട് ഒരു 6 ഏലക്ക ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം മന്തി മസാലയ്ക്ക് നമുക്ക് നല്ല മണം വേണമല്ലോ. അപ്പോൾ അതിന് ഏലക്ക ഇതെല്ലാം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം ഞാൻ ഇവിടെ ഒരു ഫിസിൽ കേൾപ്പിച്ച് വെച്ചിട്ടുണ്ട്. 1 വേവിച്ചെടുത്തിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അത്രയും എണ്ണയിൽ കിടന്ന് മൂത്ത് വരാൻ ഒരുപാട് താമസം വരും, ഉള്ളു വേവത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു വിസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. മാഗി ക്യൂബും ഉണക്ക നാരങ്ങയൊക്കെ മുമ്പ് വാങ്ങിച്ചത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് ഇനി ഒന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്കുള്ള ചിക്കൻ ഞാൻ ഇവിടെ ഇനി നമുക്ക് എണ്ണയിൽ മറ്റേ സൺഫ്ലവർ ഓയിൽ വീട്ടിയിട്ട് നമുക്ക് 2 ഘട്ടമായിട്ട് ഒന്നും കൂടെ ഉള്ളു നല്ലോണം വേവിച്ച് ഒരു ശകലം മുപ്പിച്ചെടുക്കാം. അപ്പോൾ അത് മസാല ഞാൻ ഇവിടെ നമ്മൾ വറുത്ത മസാലയെല്ലാം ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഘട്ടമായിട്ട് ഒരു ഘട്ടം ഞാൻ ഇവിടെ ഇതാക്കി വെച്ച് ഒരുപാടങ്ങ് മൂക്കരുത്. കാരണം നമ്മൾ കുക്കറിലിട്ട് വേവിച്ചതുകൊണ്ട് പെട്ടെന്നങ്ങ് വെന്തോളും. പെട്ടെന്നങ്ങ് ഉള്ളും കൂടെ നല്ലോണം കിടന്നങ്ങ് വെന്തോളും. അപ്പോൾ ഞാൻ ഇവിടെ വെള്ളം വെച്ച് കൊടുത്ത് അരി ഞാൻ കഴുകി അരമണിക്കൂറിന് വെള്ളത്തിലിട്ട് കഴുകി അരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് മസാലപ്പൊടി മന്തി മസാല ഞാൻ തയ്യാറാക്കിയ മന്തി മസാല അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ വേവിച്ച വെള്ളമൊന്ന് അതും കൂടെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. അത് കളയേണ്ട ആവശ്യമില്ല. അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റും കൂടെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ കുഴിമന്തി വയ്ക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം എല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം 2 മാഗി ക്യൂബ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കിയതാണ്. മയോണൈസ് ഇത് തൈരല്ലേ, ഇത് മയോണൈസാണ്. കണ്ടാൽ ഇത് തൈരെന്നേ തോന്നും, പക്ഷേ അതല്ല, ഇത് മയോണൈസാണ്. പിന്നെ മന്തി റൈസില്ല ഇവിടെ എല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിൽ ചിരട്ട നമുക്ക് ഒരു കിണ്ണത്തിൻ്റെ അകത്ത് വെച്ച് നമുക്ക് കുറച്ച് പുക കയറ്റണം. അതിനുവേണ്ടി ഞാൻ ചിരട്ട ഒന്ന് ഗ്യാസിൻ്റെ ഇതകത്ത് കത്തിച്ചിട്ട് അതിൽ വെച്ച് തന്നെ ഞാൻ എല്ലാം ഇതാക്കി അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. നാളത്തെ വീഡിയോ കാണും വരെയും അസ്സലാമു അലൈക്കും.